ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഗായ്സ്, നിങ്ങളെല്ലാവരും തമ്മിൽ കണ്ടതുപോലെ തന്നെ ഇന്ന് ഞാൻ എയർപോർട്ടിൽ പോവുകയാണ് കേട്ടോ. ഞാൻ ഒറ്റയ്ക്കല്ല പോകുന്നത്. ഇന്ന് എൻ്റെ കൂടെ അച്ചമ്മയുണ്ട്, നമ്മുടെ അല്ലുക്കുട്ടിയുണ്ട്, അപ്പൂപ്പനുണ്ട്, പിന്നെ നമ്മുടെ കൂടെ അജുകൊച്ചുണ്ട്. നമ്മളെല്ലാവരും കൂടിയിട്ടാണ് ഇന്ന് എയർപോർട്ടിലേക്ക് പോകാൻ പോകുന്നത്. അപ്പോൾ ഗൈസ്, എൻ്റെ കൊച്ചച്ഛൻ ഇന്ന് ഗൾഫിൽ നിന്ന് വരുന്നുണ്ട്. സോ കൊച്ചച്ഛനെ എയർപോർട്ടിൽ നിന്ന് വിളിച്ചുകൊണ്ട് വരാൻ വേണ്ടിയിട്ടാണ് നമ്മളെല്ലാവരും കൂടി ഇത് പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അല്ലൂസിനാണെങ്കിൽ ട്രാവലൊക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. ട്രാവൽ ചെയ്യുന്നതുകൊണ്ട് തന്നെയാണ് അവളുടെ മുഖത്ത് എപ്പോഴും ഇല്ലാത്തൊരു സന്തോഷം കേട്ടോ. അപ്പോൾ അതേ അല്ലൂസ് പുറത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ആർക്കല്ലേ ട്രാവൽ ചെയ്യാൻ ഇഷ്ടമല്ലാതിരിക്കുന്നത്? എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതേ കാറിൽ മ്യൂസിക്കൊക്കെ ഇട്ട സമയത്ത് അല്ലൂസും ഞാനും കൂടി ഇത് ഡാൻസ് കളിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ അതേ നമ്മൾ പോയിക്കൊണ്ടേ ഇരിക്കുകയാണ്. അല്ലൂസും ഞാനും പല വെറൈറ്റി സ്റ്റെപ്പുകളിലിട്ട് കളിക്കുകയായിരുന്നു കേട്ടോ. ഇങ്ങനെ സീറ്റിൽ ഇരുന്നിട്ട് തന്നെ ചുമ്മാ ഇരുന്ന് കുലുങ്ങി കളിക്കുക, അത്ര തന്നെ ഉള്ളൂ സ്റ്റെപ്പ്. അപ്പോൾ ഗൈസ്, നമ്മളിപ്പോൾ ഉമയനെല്ലൂർ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഉമയനെല്ലൂരിലുള്ള സർവീസ് റോഡിൽ കൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നല്ല സ്മൂത്തായിട്ട് നമുക്ക് പോകാൻ പറ്റും കേട്ടോ. നിങ്ങൾക്കിപ്പോൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും, വീഡിയോയിൽ ശ്രദ്ധിച്ച് നോക്കിയാൽ മതി. നല്ല സ്മൂത്തായിട്ട് പോകാൻ പറ്റും കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അത്യാവശ്യം ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അച്ചാമ്മ അല്ലൂസിനെയും കൂടി നമ്മൾ ഷീലാച്ചമ്മയുടെ വീട്ടിലാക്കാൻ വേണ്ടി പോവുകയാണ്. ഷീലാച്ചമ്മ ആരാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ അച്ചമ്മയുടെ അനിയത്തിയാണ്, അതായത് നമ്മുടെ അജിക്കൊച്ചയുടെ അമ്മയാണ് കേട്ടോ. അപ്പോൾ ഷീലാച്ചമ്മയുടെ വീട്ടിൽ അച്ചമ്മേനെ അല്ലൂസിനെ ആക്കാൻ വേണ്ടി പോവുകയാണ്. കാരണം നമ്മുടെ അല്ലൂസ് വൊമിറ്റ് ചെയ്തു കേട്ടോ. അപ്പോൾ അതേ ഇതാണ് നമ്മുടെ ഷീലാച്ചമ്മയുടെ വീട്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫുള്ള് ചെടിയാണ് കേട്ടോ കാണാൻ പറ്റുന്നത്. അപ്പോൾ ഇത് നമ്മുടെ അജിക്കൊച്ചയാണ്. അജിക്കൊച്ചയോ കാണിക്കുന്നുണ്ട്. പിന്നെ ദേ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഫുൾ നിങ്ങൾക്ക് ഗാർഡനും ചെടികളും ഒക്കെ കാണാൻ പറ്റും. 2-3 സെക്ഷനായിട്ട് ഇവിടെ ഗാർഡനൊക്കെ ഉണ്ട് കേട്ടോ. കണ്ടില്ലേ, താഴോട്ടൊക്കെ ഫുള്ള് ഗാർഡനാണ്, ഫുള്ള് ചെടിയാണ് കേട്ടോ. കണ്ടില്ലേ, വീടിൻ്റെ മണ്ടയിലും താഴെയൊക്കെ ചെടിയാണ്. അങ്ങനെ അച്ചമ്മ അല്ലൂസിനെ ഷീലാച്ചമ്മയുടെ വീട്ടിലാക്കിയിട്ട് ഞാനും അജിക്കൊച്ചയും അപ്പൂപ്പനും കൂടി ഇതേ എയർപോർട്ടിലേക്ക് പോവുകയാണ്. ഞങ്ങൾ 3 പേര് മാത്രമേ ഉള്ളൂ കേട്ടോ കാറിൽ. അപ്പോൾ അതിങ്ങനെ പോയിക്കൊണ്ടേ ഇരിക്കുകയാണ്. ചില സർവീസ് റോഡൊക്കെ ശരിയാക്കിയിട്ടുകൊണ്ട് നല്ല സ്മൂത്തായിട്ട് പോകാൻ പറ്റും. പക്ഷെ ചില റോഡിൻ്റെ കുഞ്ഞു ഗൈസ് ദേ കണ്ടില്ലേ, നല്ല കുലുക്കുമാണ്, പൊളിച്ചൊക്കെ ഇട്ടേക്കാണ് കേട്ടോ. ഭയങ്കര കൊള്ളാത്ത റോഡായിരുന്നു, കൂടുതലും കൊള്ളാത്ത റോഡായിരുന്നു. കണ്ടില്ലേ, ഇപ്പം റോഡിലെ പണി നടക്കുന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു ഇതുപോലെ മണ്ണൊക്കെ ഇട്ടേക്കുന്നത്. അപ്പോൾ അത് ഇതൊക്കെ കണ്ടില്ലേ, ഇതുപോലത്തെ നല്ല റോഡുണ്ട്. പക്ഷേ നല്ല റോഡിലും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കുലുക്കമൊക്കെ വരാറുണ്ട് കേട്ടോ. ഓക്കെ ഗൈസ്, അപ്പോൾ ഞാനിങ്ങനെ പുറത്തെ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. എനിക്കാണെങ്കിൽ നന്നായിട്ട് ബോറടിച്ച് തുടങ്ങി കേട്ടോ. ഞാനിവിടെ ഒറ്റയ്ക്കാണ് ഇരിക്കുന്നത്. കണ്ടില്ലേ, എൻ്റെ എക്സ്പ്രഷൻ ബോറടിച്ചിരിക്കുന്നതുകൊണ്ട് ഇങ്ങനത്തെ എക്സ്പ്രഷനാണ്. കണ്ടില്ലേ, ഞാൻ സീറ്റിൽ ഒറ്റയ്ക്കാണ് ഗൈസ്. അല്ലൂസ് ഉണ്ടെങ്കിൽ അവൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് കളിപ്പിച്ചൊക്കെ ഇരിക്കുകയായിരുന്നു. പക്ഷെ ഇപ്പം അല്ലൂസും ഇല്ല. അപ്പോൾ പിന്നെ ഭയങ്കര ബോറടിയായിരുന്നു. ഞാനിങ്ങനെ പുറത്തെ കാഴ്ചകളൊക്കെ നോക്കിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. എനിക്ക് പ്രത്യേകിച്ച് ഒരു പണിയും തന്നെ ഇല്ല കേട്ടോ. എങ്ങനെയെങ്കിലും ഒന്ന് എയർപോർട്ടിൽ എത്തിച്ച് പെട്ടെന്ന് തന്നെ അല്ലൂസിനെ ഒന്ന് പിക്ക് ചെയ്തിട്ട് നേരെ വീട്ടിൽ പോയാൽ മതി എന്നായിരുന്നു എൻ്റെ ആഗ്രഹം. സോ ഗൈസ്, എനിക്ക് നല്ല പോണം ഉറക്കം വരുന്നുണ്ട്. നമുക്കിനി എയർപോർട്ട് എത്തിയിട്ട് കാണാൻ, വെറുതെ ഇരുന്ന് ബോറടിക്കണ്ട. ആ സമയം കിടന്നൊന്ന് ഉറങ്ങിയാൽ മതിയല്ലോ. എന്നാൽ പിന്നെ ഞാൻ പോയിട്ടൊന്ന് ഉറങ്ങിയിട്ട് വരാം കേട്ടോ. ഇപ്പോൾ ഏകദേശം ഒന്ന് ഇരുട്ടായൊക്കെ തുടങ്ങിയിട്ടുണ്ട്. സോ ഞാൻ പോയിട്ടൊന്ന് ഉറങ്ങിയിട്ട് വരാം. ബൈ. അപ്പോൾ ഗൈസ്, ഏതോ ഒരു സ്ഥലത്ത് എത്തിയപ്പോഴത്തേക്കും ഞാൻ ഉറക്കം എണീറ്റിട്ടുണ്ട്. ഏത് സ്ഥലമാണ്, സ്ഥലത്തിൻ്റെ പേരും കാര്യങ്ങളും ഒന്നും എനിക്ക് അറിഞ്ഞൂടാ. പക്ഷേ ഈ സ്ഥലത്ത് എത്തിയപ്പോഴാണ് ഞാൻ ഉറക്കം എണീറ്റ്. അപ്പോൾ അത് ഇരുട്ടൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. ടൈം ഇപ്പോൾ 7:30 ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ബ്ലോക്കിൽ പെട്ടിട്ടുണ്ട് കേട്ടോ. 1 മണിക്കൂറായിട്ട് നമ്മൾ ഈ ബ്ലോക്കിൽ തന്നെ കിടക്കുകയായിരുന്നു. ഏതോ ഒരു വണ്ടി സൈഡിലോട്ടൊന്ന് ഒതുക്കിയ സമയത്ത് അജിക്കൊച്ചാണെങ്കിൽ ഭയങ്കര മാസായിട്ട് തന്നെ ആ വണ്ടിയുടെ ഇടയ്ക്കൂടെയൊക്കെ ഡ്രൈവ് ചെയ്ത് നമ്മൾ അവസാനം ബ്ലോക്കിൽ എസ്കേപ്പ് ആയിരിക്കുന്നു ഗൈസ്. അങ്ങനെ നമ്മൾ വീണ്ടും നമ്മുടെ യാത്ര തുടങ്ങിയിരിക്കുന്നു. അപ്പോഴാണ് ഗൈസ് ഒരുപാട് ലൈറ്റ് ഞാൻ കണ്ടത്. അങ്ങനെ സൂക്ഷിച്ച് നോക്കിയപ്പോഴാണ് ഗൈസ് ട്രിവാൻഡ്രം എത്തിയിരിക്കുന്നു. കാരണം നമ്മുടെ ലുലു മാൾ കണ്ടു കേട്ടോ. ലുലു മാൾ എവിടെ? ട്രിവാൻഡ്രത്ത്. സോ നമ്മുടെ ട്രിവാൻഡ്രം എത്തിയിട്ടുണ്ട്. അപ്പോഴാണ് ഏത് സ്ഥലമാണ് എത്തിയെന്നുള്ളൊരു ബോധം എൻ്റെ തലയിൽ ഉദിച്ച് വന്നത്. ട്രിവാൻഡ്രം എത്തിയിട്ടുണ്ട് കേട്ടോ. ക്രിസ്മസ് ആയതുകൊണ്ട് തന്നെ ലുലു മാളൊക്കെ കാണാൻ കിടിലമായിരുന്നു. കാരണം കണ്ടില്ലേ, ലൈറ്റ്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. എന്തോരം ലൈറ്റ്
ലൈറ്റുകളാണെന്നറിയാമോ, ഒരു റെഡ് തീമായിട്ടുണ്ട് കേട്ടോ നമ്മുടെ ലുലുമാൾ. കാണാൻ തന്നെ എന്തൊരു ഭംഗിയാണെന്നറിയാമോ. ലുലുമാൾ കണ്ടതിൻ്റെ സന്തോഷമാണ് നിങ്ങളിപ്പോൾ എൻ്റെ മുഖത്ത് കാണുന്നത്. അല്ലൂസ് ഉണ്ടായിരുന്നുണ്ടെങ്കിൽ അവളിതേ ഈ ലുലുമാൾ കംപ്ലീറ്റ് നോക്കിയേനേട്ടോ. കാരണം അവൾക്ക് ഈ ലൈറ്റും കാര്യങ്ങളൊക്കെ ഉള്ള സ്ഥലമൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഗൈസ്, ലുലുമാളിലെ പാർക്കിംഗ് ഏരിയയിൽ വരെ നല്ല പോണം ലൈറ്റ്സ് ആണ് കേട്ടോ. നല്ല രസമുണ്ട് ആ ലൈറ്റ്സ് ഒക്കെ കാണാൻ വേണ്ടി. ഇപ്പം നിങ്ങൾക്ക് വീഡിയോയിൽ തന്നെ കാണാൻ പറ്റും എവിടെ തൊട്ട് എവിടെ വരെയാണ് ലൈറ്റ്സൊക്കെ ഉള്ളതെന്ന് കേട്ടോ. അപ്പോൾ ഇതേ നമ്മൾ എയർപോർട്ടിൻ്റെ ഉള്ളിലേക്ക് കയറാൻ വേണ്ടി പോവുകയാണ്. നമ്മളിപ്പോൾ എയർപോർട്ടിൻ്റെ അടുത്താണ് കേട്ടോ നിൽക്കുന്നത്. അപ്പോൾ ഇതേ നമ്മൾ എയർപോർട്ടിൻ്റെ ഉള്ളിൽ കയറിയിട്ടുണ്ട്. എവിടുന്നോ ഇല്ലാത്തൊരു എനർജി സന്തോഷമാണ് ഇപ്പം നിങ്ങൾ എൻ്റെ മുഖത്ത് കാണുന്നത്. അപ്പോൾ ഇത് നമ്മൾ എയർപോർട്ടിൻ്റെ ഉള്ളിൽ കയറിയിട്ടുണ്ട്. ഉള്ളിൽ കയറിയ സമയത്ത് നല്ല കാറ്റുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഫോൺ വെളിയിലിട്ടിട്ട് ഒരു വീഡിയോ എടുക്കാമെന്ന്. അങ്ങനെ വീഡിയോ എടുത്തതാണ്. മഹാഭാഗ്യത്തിനാണ് എൻ്റെ കയ്യിൽ നിന്ന് ഫോൺ തെറിച്ച് പോകാനത് കേട്ടോ. ഓക്കെ ഗൈസ്, നമ്മളിതേ അകത്ത് കയറി നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ചുക്കുച്ചനെ അന്വേഷിച്ച് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. അങ്ങനെ ഇതേ നമ്മൾ എയർപോർട്ടിൽ ലാൻഡ് ചെയ്തിരിക്കുന്നു ഗൈസ്. ചുക്കുച്ചിൻ്റെ ഫ്ലൈറ്റ് നേരത്തെ ആയിരുന്നു കേട്ടോ. അപ്പോൾ ചുക്കുച്ചൻ അവിടെ നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. സോ നമുക്ക് ചുക്കുച്ചിനെ പോയിട്ട് പിക്കപ്പ് ചെയ്യാം ഗൈസ്. എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ. സോ നമ്മൾ എയർപോർട്ടിനകത്തെത്തി നമ്മളതേ ചുക്കുച്ചിനെ പിക്ക് ചെയ്യാൻ വേണ്ടി പോവാണ്. ക്രിസ്മസ് ആയതുകൊണ്ട് എയർപോർട്ടിലും ദേ ലൈറ്റ്സ് ഒക്കെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതും കൊള്ളായിരുന്നു. സോ ഗൈസ്, ഫൈനലി ദിസ് ഈസ് മൈ ചുക്കുച്ചൻ. അപ്പോൾ അതേ ഷീലാച്ചാമ്മയുടെ വീട് എത്തിയിട്ടോ. നമ്മൾ ട്രാവൽ ചെയ്തപ്പോൾ വൺസ് മോ ഇതാണ് എൻ്റെ കൊച്ചച്ഛൻ. അപ്പോൾ അതേ നമ്മൾ ഷീലാച്ചാമ്മയുടെ വീട്ടിൽ നിന്ന് ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ട് ഇതേ തിരിച്ച് നമ്മുടെ വീട്ടിലേക്ക് കൊല്ലത്തേക്ക് പോവുകയാണ്. സോ നമ്മളിത് ഡ്രൈവൊക്കെ ചെയ്ത് എൻ്റെ വീട്ടിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ അതേ അല്ലൂസ് ഇതേ ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ. വൊമിറ്റൊക്കെ ചെയ്തതിൻ്റെ ഒരു ചെറിയൊരു ക്ഷീണം നമ്മുടെ അല്ലൂസിൻ്റെ മുഖത്തുണ്ട്. ബെഡ് കണ്ട പാടെ ഞാൻ ദേ ഓടിച്ചെന്ന് കിടക്കുമായിരുന്നു. കാരണം ലോങ് ഡ്രൈവ് ആയിരുന്നു. അതുകൊണ്ട് അയ്യോ എനിക്ക് ഒട്ടും പറ്റിയില്ലായിരുന്നു. ഭയങ്കര ക്ഷീണമായിരുന്നു. എങ്കിലും ഞാനും അല്ലൂസും പിടിച്ചു നിന്നു. അപ്പോൾ എന്തായാലും ബൈ ഫ്രം മീനൂസ് ആൻഡ് അല്ലൂസ് വ്ളോഗ്. അപ്പോൾ എന്തായാലും നമ്മുടെ രണ്ടുപേരുടെയും ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. ബൈ.